ഹലോ, അവധിക്കാലങ്ങളൊക്കെ അടിച്ചു പൊളിച്ചല്ലേ? അപ്പോൾ പിന്നെ ഇനി സ്കൂളിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരുക്കങ്ങളായാലോ? എന്നാൽ പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട കുറച്ച് ക്രാഫ്റ്റ് ഐറ്റം ഉണ്ടാക്കിയാലോ? ഫസ്റ്റ് നെയിം സ്ലിപ്പാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ നെയിം സ്ലിപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല രസമായിരിക്കില്ലേ കാണാൻ? എപ്പോഴും നമ്മൾ പ്രിൻ്റഡ് ആയിട്ടുള്ള നെയിം സ്ലിപ്പും കാര്യങ്ങളൊക്കെ അല്ലേ വാങ്ങിക്കാറ്. ഇന്ന് സ്വന്തമായിട്ട് ചെയ്യാം അല്ലേ? അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോസ് പ്രിൻ്റ് എടുക്കുക. വരക്കാൻ അറിയാത്ത ആൾക്കാർ ഫോൺ വെച്ച് ട്രേസ് ചെയ്യുമോ, അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിൽ ട്രേസ് ചെയ്യും. ഞാനിവിടെ 3 ചിത്രങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഒരു പാണ്ടക്കുട്ടനാണ്, പിന്നെ ഒരു ലെറ്റർ ടൈപ്പിലുള്ളൊരു ഫോട്ടോവും, പിന്നെ നമ്മുടെ കൂണും. ഈ 3 ജസ്റ്റ് ഞങ്ങൾ വരച്ചു കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് ജെൽ പെന്ന് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തു. അപ്പോൾ അതിന് കുറച്ചുകൂടി ഒന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പെൻസിൽ കളറില്ലേ, ക്രയോൺ വെച്ചിട്ടോ അല്ലെ പെൻസിൽ കളർ വെച്ചിട്ടോ ഒക്കെ ചെയ്യാം. ക്രയോൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ക്രയോൺ വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ കഴിയുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നെയിം, ക്ലാസ്, സബ്ജക്റ്റ്, റോൾ നമ്പർ, അങ്ങനെ പല രീതിയിൽ നമ്മൾ എഴുതുന്നില്ലേ? അപ്പോൾ ആ രീതിയിൽ മൊത്തമായിട്ട് എഴുതാനുള്ള ആ ഒരു ഭാഗം കൂടി സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വരച്ച ചിത്രത്തിൻ്റെ മുകളിലൂടെ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെയിം സ്ലിപ്പ് റെഡിയായി. ഇനിയിപ്പം നമുക്ക് ടു ഡു ലിസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. പറയുന്നത് കേൾക്കുമ്പോൾ വലിയ സംഭവമെന്ന് തോന്നുന്നുണ്ടെങ്കിലും സംഭവം സിമ്പിളാണ്. ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ A4 ഷീറ്റിലോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സ്കൂളിലേക്കുള്ള ഹോംവർക്ക് കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ നമുക്ക് ആ ക്ലാസ്സിൽ നിന്ന് തന്നെ നോട്ട് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ളത് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ടു ഡു ലിസ്റ്റ് ചെയ്യുന്നത്. അതിനായിട്ട് 4 സൈഡിലും ഔട്ട്ലൈൻ കൊടുത്തു. എന്നിട്ട് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വെച്ചിട്ട് ഒന്ന് ഭംഗിയാക്കി കൊടുക്കുക. ഈ രീതിയിലാണ് ഞാനത് സെറ്റ് ചെയ്തത്. അടുത്തതായിട്ട് നമ്മൾ ബുക്ക് മാർക്കാണ് ചെയ്യാൻ പോകുന്നത്. ഈ നോവൽ, കഥ, അത്തരം പുസ്തകങ്ങൾ വായിക്കുന്ന ആൾക്കാർക്കും അല്ലാതെ നമ്മളിപ്പം ഹോംവർക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിച്ച ഭാഗങ്ങൾ എവിടെ വരെയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബുക്ക് മാർക്ക് അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് സഹായമാവില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ബുക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ സിമ്പിളായിട്ട് ഒരു വൈറ്റ് ചാർട്ട് പേപ്പറിൽ ആണ് ചെയ്ത് കൊടുക്കുന്നത്. ചാർട്ട് പേപ്പറിൽ അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ളതിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്കിഷ്ടമുള്ള ചിത്രം വരച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പാണ്ടക്കുട്ടൻ്റെ ഒരു ബുക്ക് മാർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.